ജമാഅത്തെ ഇസ്ലാമിയുടെ സജീവ പ്രവർത്തകർ, നേതാക്കൾ വഖഫ് നിയമത്തെ എതിർത്ത് പരാജയപ്പെടുത്തേണ്ടതാണ് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന മറ്റ് സുഹൃത്തുക്കളെ, ദീർഘമായൊരു സംസാരത്തിന് ഞാൻ തയ്യാറാകുന്നില്ല. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാതിരിക്കുന്നത് ശരിയല്ല. നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കർ പറഞ്ഞൊരു കാര്യം എനിക്കിവിടെ സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ കാര്യങ്ങളെല്ലാം മോശപ്പെട്ട രീതിയിൽ ഭരണകർത്താക്കൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ഭരണഘടനയുടെ കുറ്റമല്ല, അധികാരത്തിലിരിക്കുന്നവർ നികൃഷ്ട ജീവികളായി മാറുന്നതുകൊണ്ടാണ്. അപ്പോൾ ഭരണഘടനയ്ക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ ഭരണഘടനയുടെ ആനുകൂല്യം കൊണ്ട് മാത്രം അധികാരത്തിലിരിക്കുന്ന മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ, അവർ ഒറ്റയ്ക്കായാലും കൂട്ടം കൂട്ടമായാലും ശരി, അവരുടെ നികൃഷ്ട സ്വഭാവമാണ് ജനങ്ങളെ അപകടത്തിലാക്കുന്നത്. അതിനേറ്റവും ഉത്തമ ഉദാഹരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വഖഫ് നിയമ ഭേദഗതിയാണ്. നമ്മുടെ സംസ്ഥാനവും നമ്മുടെ രാജ്യവും എത്രയോ ഗുരുതരമായ പ്രാദേശികവും ദേശീയവും വിദേശീയവുമായ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അതൊന്നും തന്നെ അർഹിക്കുന്ന ഗൗരവത്തോടെ പരിഗണിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ വളരെ തിടുക്കത്തിൽ ആണ് സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ ഗൗരവതരമായ പരിഗണനയ്ക്ക് പോലും സമയം കൊടുക്കാതെ വളരെ തിടുക്കത്തിൽ ഈ നിയമ ഭേദഗതി പാസ്സാക്കിയെടുത്തത്. എനിക്കതിൽ അത്ഭുതം തോന്നിയില്ല. കാരണം നമ്മുടെ അധികാരത്തിലിരിക്കുന്നത് ഒരു ജനാധിപത്യ ഭരണകൂടമല്ല, തനി ഫാസിസ്റ്റ് ഭരണകൂടമാണ്. ഇതൊരു ഫാസിസ്റ്റ് ഭരണകൂടമാണ് എന്ന് പൂർണ്ണമായി അംഗീകരിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ ലേബലൊട്ടിച്ച് നടക്കുന്ന ചില നേതാക്കളെങ്കിലും ഇനിയും തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ പ്രതിഷേധാർഹവും ദുഃഖകരമായ വസ്തുതയാണ്. ഞാൻ ഇടതുപക്ഷക്കാരനാണ്. പക്ഷേ ഭരണത്തിലിരിക്കുമ്പോൾ ഇടതുപക്ഷം നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ അർഹിക്കുന്നവർക്ക് ധാർമ്മികതയുടെ പേരിൽ, മനുഷ്യത്വത്തിൻ്റെ പേരിൽ എന്തെങ്കിലും സഹായം ചെയ്യുന്നതിന് പകരം അവരെ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ സാംസ്കാരിക കേരളത്തിന് ഒരു തരത്തിലും ശോഭ നൽകാത്ത തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ച് അവഹേളിക്കുക കൂടി ചെയ്യുന്ന ഒരു സർക്കാർ ആണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തും നിലവിലുള്ളതെന്ന് പറയേണ്ടി വന്നതിൽ ഒരു ഇടതുപക്ഷക്കാരനായി എനിക്ക് ദുഃഖമുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന, ഇന്ത്യയിൽ നടക്കുന്ന എന്താണ്? മതന്യൂനപക്ഷങ്ങൾ ചവിട്ടി മെതിക്കപ്പെടുകയാണ്. 2 ദിവസം മുമ്പാണ് പേപ്പറിൽ ഞാൻ വായിച്ചത്, ഗ്രഹാം സ്റ്റീനിൻ്റെ കുടുംബത്തിന് വകവരുത്തിയവർക്ക് നൽകുന്ന ഊഷ്മളമായ സ്വീകരണം
ഒരു കുടുംബത്തെ മുഴുവൻ ഒറീസയിൽ ഇല്ലാതാക്കി അവർ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ നിന്നും താൽക്കാലിക മോചനം നേടി പുറത്തു വന്നവരെ സ്വീകരിക്കുന്നത് ജനാധിപത്യ ഭരണകൂടം എന്ന് അവകാശപ്പെടുന്ന ഒറീസയിലെ ഫാസിസ്റ്റ് ഭരണകൂടമാണ് എന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. കേരള നിയമസഭ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ വഖഫ് നിയമത്തിനെതിരായി ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലുള്ള നിയമസഭകളെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്നും തുരത്തി ഓടിക്കാനുള്ള ശ്രമത്തിലാണ് ഗവർണർമാർ എന്നൊരു പുതിയ വർഗത്തെ കെട്ടിയിറക്കിയിരിക്കുന്നത്. അവിടെ നിന്നും പോയി ഉപരാഷ്ട്രപതി വരെ, നേരത്തെ ആരോ സൂചിപ്പിച്ചു, ഉപരാഷ്ട്രപതിയും പാർലമെൻറ്റ് അംഗങ്ങൾ പോലും ഭരണഘടനാ വിരുദ്ധമായ ശൈലിയിൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ജഡ്ജിമാരെ വിശേഷിപ്പിക്കുന്ന കാഴ്ചയും രംഗവും നമുക്ക് കാണാൻ കഴിയും. പിന്നൊന്ന് ഫെഡറലിസത്തിൻ്റെ, സഹകരണ ഫെഡറലിസം എന്ന് കൂടെ നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാവരും പറയും. പക്ഷേ ഫെഡറലിസ്റ്റ് വ്യവസ്ഥയെ അതുപോലെ തന്നെ മതനിരപേക്ഷ സംസ്കാരം എന്ന പേരിൽ പ്രസംഗിക്കുകയും മതനിരപേക്ഷതയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടം കൂടിയാണ് നമ്മളെ ഭരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതുപോലെ അതിവിപുലമായ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും വളരെ കൃത്യമായി അതിൻ്റെ പരിപാടികൾ നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരെ ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ള മുഴുവൻ ആളുകളുടെയും പിന്തുണ ഈ നിയമമല്ലാതായി തീരുന്നത് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നും ഉറപ്പുവരുന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു.